ശ്രീ ജയസൂര്യൻ ചേരുകയാണ്, ബി.ജെ.പിയുടെ വക്താവ്. ശ്രീ ജയസൂര്യൻ, നിങ്ങൾ എന്തിനാണ് LDFന് ആവശ്യമില്ലാതെ മാർക്കിടുന്നത്? കെ സുരേന്ദ്രന്റെ വാക്കുകൾ അതാണല്ലോ സൂചിപ്പിക്കുന്നത്, LDF 2ാം സ്ഥാനത്ത് എന്ന്. എന്താണ് അങ്ങനെ ഒരു മാറ്റത്തിന് കാരണം? നേരത്തെ അങ്ങനെ ആയിരുന്നില്ലല്ലോ, UDFും BJPയും തമ്മിലുള്ള മത്സരം എന്നായിരുന്നില്ലേ? പക്ഷേ ഇപ്പോഴത്തെ വോട്ടിങ്ങിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മളൊന്ന് പോയാൽ അതിന്റെ കണക്കുകൾ പൂർണ്ണമായും പുറത്തു വരുന്നതേ ഉള്ളൂ എങ്കിൽ പോലും കിട്ടിയ കണക്കുകൾ വെച്ച് നോക്കിയാൽ തന്നെ അങ്ങനെ ഒരു ഫലം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ തവണ BJP പിന്നിൽ പോകാൻ കാരണമായ ഒരു പഞ്ചായത്തുണ്ട്, വിരായിരി പഞ്ചായത്ത്. അവിടെയാണ് BJPയെ കടത്തിവെട്ടുന്ന വലിയ ഭൂരിപക്ഷം, അതായത് അവിടെ LDFും UDFും കൂടി ചേർന്ന് LDFും BJPയും കൂടി ചേർന്ന് എത്ര വോട്ട് സമാഹരിച്ചോ അതിനേക്കാൾ കൂടുതൽ വോട്ടാണ് UDF സ്ഥാനാർത്ഥിക്ക് അവിടെ കിട്ടിയത്, പ്രായരി പഞ്ചായത്ത്. പക്ഷെ ഇത്തവണ നോക്കൂ, പ്രായരി പഞ്ചായത്തിൽ 10% വോട്ടുകൾ കുറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്തിട്ടില്ല. UDFനെ എക്കാലവും രക്ഷിക്കുകയും താങ്ങി നിർത്തുകയും ചെയ്യുന്ന പഞ്ചായത്താണ് പ്രായരി പഞ്ചായത്ത്. മറ്റു പഞ്ചായത്തുകളിൽ ആർക്കൊക്കെ ഭൂരിപക്ഷം കിട്ടിയാലും ഇവർ ഒറ്റ പഞ്ചായത്തിന്റെ മുൻതൂക്കം കൊണ്ടാണ് UDF അവിടെ ജയിക്കുന്നത്. ഇത്തവണ അവിടെയാണ് UDFന് അടി കിട്ടാൻ പോകുന്നത്. കാരണം അവിടെ ആകെ പോൾ ചെയ്ത വോട്ടിൽ 10% ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊരൊറ്റ പഞ്ചായത്തിന്റെ കണക്കാണ്, ബാക്കി പഞ്ചായത്തുകളുടെ കണക്കുകൾ പുറത്തു വരുന്നേ ഉള്ളൂ. ഏതായാലും BJPക്ക് ശക്തിയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ BJPയുടെ വോട്ട് വളരെ കൃത്യമായി എത്ര വോട്ടാണോ ചെയ്യിക്കേണ്ടിയിരുന്നത് അത്രയും വോട്ട് തന്നെ ചെയ്യിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ആത്മവിശ്വാസത്തോടു കൂടി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതായത് ഹരിയാനയിലുമൊക്കെ എങ്ങനെയാണോ BJP ശക്തമായി തിരിച്ചു വന്നത് അതേ പാറ്റേണിലുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള വളരെ നല്ല മൈക്രോ മാനേജ്മെന്റ് ആണ് BJP പുറത്തെടുത്തത്. അത് ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നടപ്പാക്കാനും വിജയിപ്പിക്കാനും. പക്ഷേ ശ്രീ ജയസൂര്യൻ, എല്ലായിടത്തും ഏകദേശം ഒരേ രീതിയിലാണ് പോളിംഗ് പോയിരിക്കുന്നത്. 70% എന്ന് പറയുമ്പോൾ അതിൽ നഗരസഭ, പഞ്ചായത്തുകൾ എന്നുള്ള ഏറ്റക്കുറിച്ചിൽ വന്നിട്ടില്ല. ആണെങ്കിൽ തന്നെ ഒരു 0.5%-യോ 1% പരമാവധി എന്നേ വന്നിട്ടുള്ളൂ. അപ്പോൾ പാലക്കാട് നഗരസഭയിൽ നിന്ന് പരമാവധി വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണല്ലോ. ഒരു 34,000 വരെ വോട്ടുകൾ കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല. കഴിഞ്ഞ തവണ അത്രയും വോട്ടുകൾ കിട്ടിയതുമാണ്. പക്ഷേ ബാക്കി 3 പഞ്ചായത്തുകളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന വോട്ടുകളിൽ വലിയ വ്യത്യാസം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടോ കഴിഞ്ഞ തവണത്തേക്കാൾ? പിന്നെ BJPയുടെ ഒരു വിലയിരുത്തൽ വരുന്നത് LDFന് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് ഈ 3 പഞ്ചായത്തുകളിലും കൂടുതൽ കിട്ടും എന്നുള്ളതാണല്ലോ. അതായത് അവിടെ ഒരു ന്യൂനപക്ഷ ഏകീകരണം UDFന് അനുകൂലമായി ഉണ്ടായിട്ടില്ല. ആ ഒരു വിലയിരുത്തലിന്റെ ഭാഗമായിട്ടല്ലേ ഇങ്ങനെ പറയുന്നത്? തീർച്ചയായിട്ടും ഇത്തവണത്തെ ന്യൂനപക്ഷ ഏകീകരണത്തിൽ 2 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ക്രിസ്ത്യൻ വോട്ടുകൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ശക്തി അല്ല എങ്കിൽ പോലും ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണം കൃത്യമായും BJPക്ക് അനുകൂലമായിട്ട് വരാനുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അത് അപ്രകാരം തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ക്രിസ്ത്യൻ വോട്ടുകൾ ഇതുപോലെ BJPയിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ഇത്തവണ അത് ഒറ്റക്കെട്ടായിട്ട് തന്നെ വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. മറുവശത്ത് മുസ്ലിം വോട്ടുകൾ UDFനും LDFനുമായിട്ട് വീതിച്ചു പോകാനുള്ള സാഹചര്യങ്ങളും അവിടെ ഉണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ സന്ദീപ് വാര്യരുടെ പോക്ക് അത് UDFലേക്ക് എത്തുമ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയ ഒരു വികാരം കോൺഗ്രസുകാരിലാണെങ്കിലും പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളിലാണെങ്കിലും അത് UDF വിരുദ്ധമായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ 2 തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, വോട്ട് ചെയ്യാതിരിക്കാം. 2, UDFന് കിട്ടേണ്ട മുസ്ലിം വോട്ടുകളിൽ ഒരു വലിയ വിഭാഗം വോട്ട് LDFലേക്ക് പോകാനും സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ കൃത്യമായും BJPക്ക് ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു ചാനൽ അവിടെ തുറന്നു കിട്ടിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കണക്കുകൂട്ടലുകളും വെച്ചുകൊണ്ടാണ് സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമായിട്ടും അങ്ങനെ പ്രവചിച്ചിരിക്കുന്നത്. കെ സുരേന്ദ്രന്റെ വാക്കുകളാണ്, അതാണ് ശ്രീ ജയസൂര്യനും ആവർത്തിക്കുന്നത്. അവിടെ BJP ഒന്നാമതെത്തും, 2ാമത് LDF ആയിരിക്കും, 3ാം സ്ഥാനത്തേക്ക് UDF പോകും എന്നുള്ളതാണ്.